കൃഷിയുടെ പുതുവഴികൾ പരിചയപ്പെടുത്തി പെരുമ്പാവൂരിൽ ഞാറ്റുവേല ഫെസ്റ്റിന് തുടക്കം. പെരുമ്പാവൂർ നിയോജക മണ്ഡലത്തിൽ ആദ്യമായി സംഘടിപ്പിക്കുന്ന ഫെസ്റ്റിൽ കർഷകർക്കായി വൈവിധ്യമാർന്ന പ്രദർശനങ്ങളും വിപണന സൗകര്യങ്ങളും. 2 ദിവസങ്ങളിലായി നടക്കുന്ന ഫെസ്റ്റ് കൃഷിവകുപ്പ് മന്ത്രി ടി സിദ്ദിഖ് ഉദ്ഘാടനം ചെയ്തു. പെരുമ്പാവൂർ മുനിസിപ്പൽ സ്റ്റേഡിയം കേന്ദ്രീകരിച്ച് 2 ദിവസങ്ങളിലായി നടക്കുന്ന ഞാറ്റുവേല ഫെസ്റ്റിനാണ് തുടക്കം കുറിച്ചിട്ടുള്ളത്. ഫെസ്റ്റിന്റെ ഭാഗമായി 27ഓളം വരുന്ന വിവിധ സ്റ്റാളുകൾ ഇവിടെ തുറന്നിട്ടുണ്ട്. ഫലവൃക്ഷ തൈകൾ, വിത്തുകൾ, വളങ്ങൾ, കൃഷിക്കാവശ്യമായ വിവിധ സാമഗ്രികൾ തുടങ്ങിയവയുടെ പ്രദർശനവും വിപണനവും ഫെസ്റ്റിന്റെ ഭാഗമായി നടക്കുന്നു. പെരുമ്പാവൂർ നിയോജക മണ്ഡലത്തിൽ ആദ്യമായി സംഘടിപ്പിച്ചിരിക്കുന്ന ഞാറ്റുവേല ഫെസ്റ്റ് കൃഷിവകുപ്പ് മന്ത്രി ടി സിദ്ദിഖ് ഉദ്ഘാടനം ചെയ്തു. ജീവിതശൈലി രോഗങ്ങളും മാറാ രോഗങ്ങളുമായി ആശുപത്രിയിൽ ക്യൂ നിൽക്കുന്ന മലയാളികളുടെ നീണ്ട നിരയെ എവിടെ പ്രതിരോധിക്കണം എന്ന് ചോദിച്ചാൽ ഞാനും നിങ്ങളും സ്വന്തം കാർഷിക മേഖലയിലേക്ക് തിരിച്ചു പോകുകയല്ലാതെ ഇതിന് മറ്റു മാർഗമില്ല. 10 തടമാണെങ്കിൽ അവിടെ, 10 സെന്റ് ഭൂമിയാണെങ്കിൽ അവിടെ ചെറുതും വലുതുമായിട്ടുള്ള കാർഷിക വൃത്തിയെ സ്വാംശീകരിക്കാനും ഉണ്ടാക്കിയെടുക്കാനുമുള്ള വലിയ കഠിനാധ്വാന പ്രവർത്തനങ്ങളിലേക്ക് നമ്മൾ പോവുകയാണ്. പെരുമ്പാവൂർ MLA മനോജ് മൂത്തേടൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ഇപ്പോഴും കാർഷിക മേഖലയിൽ സജീവമായ ഇടപെടൽ നടത്തിവരുന്ന കർഷകരെയും മറ്റ് വ്യക്തികളെയും ചടങ്ങിൽ വെച്ച് ആദരിക്കുകയും ചെയ്തു. ചാലക്കുടി MP ബെന്നി ബെഹനാൻ, മുൻ MLA എൽദോസ് കുന്നപ്പിള്ളി, പെരുമ്പാവൂർ നഗരസഭാ ചെയർപേഴ്സൺ KN സംഗീത, കൂവപ്പടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PV സുനിൽ തുടങ്ങിയവർ സംസാരിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ, വൈസ് പ്രസിഡന്റുമാർ, ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾ, രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ, കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ ഞാറ്റുവേല ഫെസ്റ്റിന്റെ ഭാഗമായി നടന്ന ചടങ്ങിൽ പങ്കാളികളായി. 2 ദിവസങ്ങളിലായി നടക്കുന്ന ഫെസ്റ്റ് ഞായറാഴ്ച സമാപിക്കും. ഞാറ്റുവേല ഫെസ്റ്റ് നമുക്കറിയാം, തിരുവാതിര ഞാറ്റുവേല കാലമാണ്. 6-ാം തീയതി ഞാറ്റുവേല തീരുകയാണ്. അപ്പൊ അതിനു മുമ്പായി നമ്മുടെ പെരുമ്പാവൂരിന്റെ പഴയകാല കാർഷിക സമൃദ്ധിയുടെ വലിയ പെരുമയെ നമുക്ക് നിലനിർത്താൻ കഴിയുന്ന ഒരു പ്രവർത്തനം വേണമെന്നുള്ള നമ്മുടെ എല്ലാം ഒരു ആഗ്രഹത്തിലാണ് ബഹുമാനപ്പെട്ട ADയുമായി ചേർന്ന് നമ്മൾ ഇത്തരത്തിലൊരു പരിപാടിയെക്കുറിച്ച് ആലോചിക്കുന്നത്. എനിക്ക് തോന്നുന്നത് ഈ ഞാറ്റുവേല കാലത്ത് കേരളത്തിലെ 140 അസംബ്ലിയിൽ ആദ്യമായിട്ടാണ് ഒരു അസംബ്ലി മണ്ഡലത്തിൽ ഒരു നിയോജകമണ്ഡല അടിസ്ഥാനത്തിലുള്ള ഞാറ്റുവേല ഫെസ്റ്റ് നടക്കുന്നത്. അത് പെരുമ്പാവൂരിലാണ് എന്ന് പറയുമ്പോൾ നമുക്കെല്ലാം വലിയ അഭിമാനമാണ്. ന്യൂസ് ബ്യൂറോ, പെരുമ്പാവൂർ. റോയൽ കൊച്ചി 15 വർഷമായി പള്ളുരുത്തിയിൽ പ്രവർത്തനം ആരംഭിച്ചിട്ട് എല്ലാ സർവീസുകൾക്കും 30 ഡേയ്സ് സർവീസ് വാറന്റി. സർവീസ് അടുത്തിരുന്ന് കാണാം. പഴയ ഫോൺ എക്സ്ചേഞ്ച് ചെയ്ത് തവണ വ്യവസ്ഥയിൽ പുതിയ മൊബൈൽ ഫോൺ സ്വന്തമാക്കാം. ഡോർ ഡെലിവറി സംവിധാനമുണ്ട്. റോയൽ കൊച്ചി.